ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നാൽ കേവലം ഗീത ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ചു വായിച്ചു കൊണ്ട് കിട്ടുന്നതല്ല ഈ വിജയം. മറിച്ച് ഓരോ ശ്ലോകങ്ങളിലൂടെയും ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന, അർജുനന്മാരാകുന്ന നമുക്ക് തരുന്ന ജീവിത സന്ദേശങ്ങളെ ആചാര്യന്മാരിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉൾപ്പൊരുൾ, അതിൻ്റെ അകപ്പൊരുൾ, അതിൻ്റെ തത്വങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ആദർശങ്ങളെ, ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോഴാണ് ഗീത ജീവിത വിജയ മന്ത്രമായി മാറുന്നത്. ഇപ്പം ജീവിതം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നാം ഇങ്ങനെ മുന്നോട്ട് ജീവിച്ച് നീങ്ങുകയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനി പല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇതിലേതെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നത് മുൻകൂട്ടി പറയാൻ പലതും സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളാരും കോവിഡ് വരും എന്നാരും പ്രതീക്ഷിച്ചിട്ടില്ല. കോവിഡ് ഇത്രയും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈവൻ ഗവൺമെൻറ് പോലും പ്രതീക്ഷിച്ചില്ല, ഒരു രാജ്യവും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കോവിഡ് ഉണ്ടാക്കി വെച്ചത്. ഓരോ രാജ്യങ്ങളും കടന്നുപോയ ദുരിതപൂർണമായ അനുഭവങ്ങൾ, വളരെ വെൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ടെക്നോളജികളും സംവിധാനങ്ങളും ഡെവലപ്മെൻറ്റുമുള്ള അമേരിക്ക പോലും കടന്നുപെടഞ്ഞു. ഹോസ്പിറ്റലൊന്നും ഒരു സീറ്റ് പോലും അല്ലെങ്കിൽ ഒരു ബെഡ് പോലും ഒഴിവില്ല. നമ്മളും നമ്മുടെ രാജ്യത്തിൽ കണ്ടു. ഇപ്പം ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല, പ്രതിസന്ധികൾ. പക്ഷേ എന്തു വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും എങ്ങനെ ആയിരിക്കണം നാം അതിനെ നേരിടേണ്ടതെന്നെങ്കിലും നാം അറിഞ്ഞിരിക്കട്ടെ. വരുന്നത് പല പ്രശ്നങ്ങളായിരിക്കാം. പലരും പല ജീവിത പ്രശ്നങ്ങളും നേരിടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അവിചാരിതമായ മരണങ്ങൾ, വളരെ സാമ്പത്തിക നഷ്ടങ്ങൾ, ഇങ്ങനെ നമുക്കിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളെ നമുക്ക് പട്ടികയിൽ എഴുതി ചേർക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നാം കാണുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മുടെ ചോദ്യം ഇതാണ്: ഏത് തരം മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കണം ഞാൻ മുന്നേറേണ്ടത്? ഇതാണ് നമുക്ക് പലപ്പോഴും അറിയാതെ പോയിട്ടുള്ളത്. പ്രശ്നങ്ങൾ വരരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടോ, പ്രശ്നങ്ങൾ വരില്ല എന്ന് മുൻവിധി കണ്ടതുകൊണ്ടോ, എന്തു വന്നാലും എനിക്ക് നേരിടാൻ സാധിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടൊന്നും ജീവിത പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധ്യമല്ല. ഞാനിത് പറയുന്നതുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾ ആവർത്തനം കൊണ്ടൊരു പക്ഷേ ബോറടിച്ചിരിക്കാം. പക്ഷേ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അങ്കിള് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കൊടുത്ത മരുന്ന് അവരെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിച്ചു. നിങ്ങൾ നോക്കുക, അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എൻ്റെ കാഴ്ച പോകുന്നുള്ളത്? പ്രശ്നം വേറൊന്നായിരുന്നു. ശരീരത്തിനുണ്ടായ ഒരു പ്രശ്നത്തിന് മരുന്ന് കഴിച്ചത് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിച്ചു. നിങ്ങൾ നോക്കൂ, അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് അവർ വളരെ വിഷമത്തിലാണ്. കാരണം നല്ലവണ്ണം വായിക്കാൻ പറ്റിയ ഒരാളുടെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. അപ്പം അവിചാരിതമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന പല പ്രശ്നങ്ങളും വരുമ്പോൾ അന്നിരുന്ന് ദുഃഖിച്ചത് കൊണ്ടോ, കരഞ്ഞത് കൊണ്ടോ, വിഷമിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം മറ്റൊരാളോട് പറഞ്ഞ ആശ്വാസം കണ്ടെടുത്ത, പക്ഷെ പ്രശ്നം തീരില്ലല്ലോ. ഇവിടെയാണ് ഭഗവത്ഗീത തരുന്ന വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്. നമ്മളോട് പറയുന്നത്, നിങ്ങളൊരു കരുത്തുള്ള മനസ്സിൻ്റെ ഉടമയാകൂ. ഈ കരുത്തുള്ള മനസ്സ് നിങ്ങൾ നേടിയെടുത്താൽ പ്രശ്നങ്ങൾ വരും,
പക്ഷെ നിങ്ങൾക്കതിനെ അഭിമുഖീകരിക്കാനും നേരിടാനും ശക്തി ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതിനെ പരിഹരിക്കാനുള്ള ഒരു വഴിയും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടും. അസ്വസ്ഥമാകുന്ന മനസ്സുകൾക്ക് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അത് വേണ്ട രീതിയിൽ പരിഹരിക്കാൻ പറ്റാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഒരു കരുത്തുള്ള മനസ്സ്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പരിഹാരങ്ങൾ തെളിഞ്ഞു കിട്ടും എന്നതിൽ സംശയിക്കേണ്ട. അല്ലാത്തവരെല്ലാം കൂട്ടിക്കുഴച്ച് കുട്ടിച്ചോറാക്കും. അതാണ് ഈ ബഹളം വയ്ക്കുന്ന മനസ്സുകൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. എന്നാൽ കരുത്തുള്ള മനസ്സുകൾ എപ്പോഴും പ്രതിവിധികളും അതിനുള്ള പരിഹാരങ്ങളും കണ്ടെത്തിക്കൊണ്ട് അതിനെ വേണ്ടതുപോലെ നേരിടാറുണ്ട്. യുദ്ധക്കളത്തിൽ അർജുനൻ്റെ മനസ്സ് സങ്കീർണമായപ്പോൾ തിരിച്ചറിയുന്ന കരുത്തുള്ള കൃഷ്ണൻ്റെ മനസ്സ് അർജുനൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങളല്ല നമുക്ക് വേണ്ടത്, പരിഹാരങ്ങൾ കാണണം. അതിനെ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവണം, അതിനെ നേരിടാനുള്ള ശക്തി ഉണ്ടാവണം. അതിനാണ് നാം ഗീത പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കരുത്തുള്ള മനസ്സ് നേടിയെടുത്ത് പ്രശ്നങ്ങൾ എന്തു വന്നാലും, നമുക്കറിയില്ല എന്താ നാളെ വരാൻ പോകുന്നതെന്ന്, അത് അഭിമുഖീകരിക്കാൻ സാധിക്കുക, അതിനെ മറികടക്കാനുള്ള പരിഹാരവും നമ്മുടെ മുന്നിലുണ്ടാവും. ഇതിനാണ് ഞാൻ ഗീത പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഗീത പഠിച്ചു നോക്കൂ, കാണാൻ നിങ്ങൾക്ക് മാറ്റം. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത കേവലം ഒരു മതഗ്രന്ഥമായി അതിനെ കണ്ട് വായിച്ചു പോകരുത്. ഇത് മനഃശാസ്ത്രമാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലെ ജീവിത വിജയത്തിൻ്റെ മാർഗദീപമാണ്, മാർഗദർശിയാണ്, മാർഗരേഖയാണ്, മാർഗരൂപമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. കരുത്തുള്ള മനസ്സ് വേണം, പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാനുള്ള വഴികൾ കാണണം. ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ആണിനും പെണ്ണിനും വേണ്ടതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടതാണ്. അതുകൊണ്ടാണ് ഗീത എന്ന് പറയുന്നത് അതിനൊരു സാർവകാലീന പ്രസക്തി, ഒരു യൂണിവേഴ്സാലിറ്റി ഉള്ളത്. അത് മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും അതിർവരമ്പുകളിൽ നിൽക്കുന്നതല്ല. കാരണം ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം കരുത്തുള്ള മനസ്സ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്നൊരു കഴിവുള്ളൊരു മനസ്സ്. ഇത് നമ്മളിൽ തന്നെ ഉണ്ട്. ഇത് നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്, നമ്മളിൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ നാം ഇത്രയും കാലം രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മളിൽ രൂപപ്പെട്ടൊരു മനസ്സ് വളരെ പരിമിതമാണെന്നും സങ്കുചിതമാണെന്നും ചെറുതാണെന്നും നിസ്സാരമാണെന്നും അല്ലെങ്കിൽ ദുർബലമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അപ്പം അതിനാണ് ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും നമുക്ക് വഴി കാണിക്കുന്നത്. അപ്പം നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ വ്യാഖ്യാനം കണ്ടു. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം നോക്കാം. ആ ശ്ലോകം എല്ലാവരും ചൊല്ലണം. നമാം കർമാണി ലിംപന്തേ നമേ കർമ്മഫലേ സ്പൃഹാം ഇതി മാം യോബിജാനാതി കർമ്മഭിന്ന സബധ്യതേ. ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ആരുടെ മനസ്സാണോ കർമ്മബന്ധനങ്ങളില്ലാത്തത്, ആരുടെ മനസ്സിലാണോ കർമ്മഫലങ്ങളുടെ ദുഃഖ വിഷമ അവസ്ഥകൾ നിൽക്കാത്തത്, അങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് ഒരു തരത്തിലും ബന്ധിതരാകാതെ വളരെ സ്വസ്ഥ സുഖ ചിന്തയോടെ അല്ലെങ്കിൽ സമചിത്തമായൊരു സുഖത്തോടെ മുന്നേറുന്നു. കൃഷ്ണൻ പറയുന്നു, ഇതാര് മനസ്സിലാക്കുന്നു? കർമ്മഭിർസബദ്ധ്യതേ. അവരുടെ മനസ്സൊരിക്കലും വിഷമങ്ങളിൽ കൂപ്പുകുത്തി താഴോട്ടും പോകുന്നില്ല. ഒരു സുഖം വന്നാൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇതൊരു ആനന്ദം കിട്ടിയല്ലോ എന്നുള്ളൊരു പരമാവേശത്തിലും മനസ്സ് നിൽക്കുന്നില്ല. അവർ വളരെ സ്ഥായിയായ ദൃഢമായ ഒരു സുഖത്തിലൂടെ അങ്ങനെ കടന്നു പോകുന്നവരാണ്.
അപ്പം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ എന്താ വേണ്ടത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, എന്തു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഒരു മനസ്സ് നാം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകുന്ന, അത് ആസ്വദിക്കുന്ന, അത് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്താൽ ഭാവിയിലും നമുക്ക് വന്നു ചേരുന്ന സകല പ്രവൃത്തിയിലും മുഴുകുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കും. ഇന്ന് നാം മനസ്സിനെ രൂപപ്പെടുത്തുന്നതിലല്ല ശ്രദ്ധിക്കുന്നത്, നമുക്കിഷ്ടപ്പെട്ട ജോലി അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വന്നേക്കാം, പക്ഷേ എന്നും കാലം അതൊരുക്കി തരില്ല. കാരണം കാലം എന്ന് പറയുന്നത് അനുകൂല പ്രതികൂലങ്ങളാണ്, ദ്വന്ദ്വ സമ്മിശ്രങ്ങളാണ്. അതെപ്പോഴും ഉയർച്ചയും താഴ്ചയുമുള്ളതാണ്. എന്നും അനുകൂലമായി നിൽക്കുന്നതൊരിക്കലും ജീവിതത്തെ കരുതരുത്. ഒരു പകലുണ്ടെങ്കിൽ രാത്രി വേണം, ആരോഗ്യമുണ്ടെങ്കിൽ അനാരോഗ്യം വേണം. നിങ്ങൾ നല്ല സാധനങ്ങൾ കഴിച്ചാൽ അകത്തിയെല്ലുമ്പോൾ അത് മലമൂത്രങ്ങളാണ്, ദുർഗന്ധമാണ്. അതുകൊണ്ട് എന്നും നമുക്ക് സുഖസന്തോഷമായൊരു ജീവിതം കാലം ഒരുക്കിത്തരും എന്ന് കരുതുന്നവൻ വിഡ്ഢിയാണ്. അവരെല്ലാം വിഡ്ഢികളുടെ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഡ്ഢിയായി, കഴുതയായി ജീവിക്കരുത്. നാം ഏത് ജീവിതത്തെയും കാണുവാനും ആസ്വദിക്കുവാനും അതങ്ങനെ ആസ്വദിച്ചു കടന്നു പോവാനും കഴിവുള്ളൊരു മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു കലാകാരൻ്റെ മനസ്സ് പോലെ ഏത് കിട്ടുന്ന റോളും അഭിനയിച്ച് അതിൽ നല്ലൊരു തൻ്റെ സമർപ്പണത്തിലൂടെ ഒരു ആവിഷ്കാരം കൊണ്ടുവരാൻ കലാകാരന് സാധിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും ആസ്വാദനത്തിൻ്റെ കലയാക്കി നമുക്ക് മാറ്റണം. അല്ലാതെ ചോയ്സ് ഉണ്ടാവരുത്. ചോയ്സ് വേണം ഒരു പരിധി വരെ, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ തിരഞ്ഞെടുക്കാം, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം, പക്ഷേ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആകും എന്ന് കരുതരുത്. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്താലും സ്വഭാവം ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുത്താലും അതെന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു, പക്ഷേ എല്ലാ ടേസ്റ്റും നിങ്ങളുടെ ഇഷ്ടത്തിനാവണം എന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഹോട്ടലിലെ സാഹചര്യം നിങ്ങൾക്ക് കഴിക്കാനുള്ളത്, നിങ്ങളുടെ അടുത്തൊരു വേറെ ടീം വന്നിരിക്കണം, ഭയങ്കര ബഹളം വയ്ക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം ഓർഡർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ അന്തരീക്ഷം വളരെ കലുഷിതമായി തോന്നും. അപ്പം അതുകൊണ്ട് എല്ലാം ഇഷ്ടങ്ങളാണ് നടക്കുക, എല്ലാം ഇഷ്ടങ്ങളേ നടക്കുള്ളൂ, എൻ്റെ ഇഷ്ടം എവിടെ നടക്കുള്ളൂ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ. അതെല്ലാം ദുർബല മനസ്സുകളുടെ പിടിവാശികളാണ്, സ്വാർത്ഥ മനസ്സുകളുടെ, അവരുടെ കുൽസിത ചിന്തകളാണ്. അത്തരം ദുർബലതകളിലേക്ക് നാം വീഴരുത്. അപ്പം അതുകൊണ്ട് എന്തു വന്നാലും എന്തു കിട്ടിയാലും അതിനെ വളരെ ആസ്വദിക്കാൻ മുഴുവൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ബഹളമില്ലാതെ, ഒരു അസ്വസ്ഥതയില്ലാതെ അതിലൂടെ കടന്നു പോകാനെങ്കിലും മനസ്സിനെ പരിശീലിപ്പിക്കണ്ടേ? ആ കഴിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കങ്ങനെ ഒരു ക്വാളിഫൈഡ് മൈൻഡ് വേണം, അതിന് യോഗ്യമായൊരു മനസ്സ് വേണം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, കുട്ടികൾക്ക് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് വരാത്ത സബ്ജക്റ്റുകളുണ്ട്. എല്ലാവർക്കും മാത്സ് ഇഷ്ടമാവണമെന്നില്ല, എല്ലാവർക്കും ഫിസിക്സ് ഇഷ്ടമാവണമെന്നില്ല, ചിലർക്ക് ലാംഗ്വേജ് ഇഷ്ടമാവണമെന്നില്ല, ചിലർക്ക് സോഷ്യൽ ഇഷ്ടമാവണമെന്നില്ല, ചിലർക്ക് സ്കൂൾ ഇഷ്ടമാവണമെന്നില്ല, അധ്യാപകരെ ഇഷ്ടമാവണമെന്നില്ല. അപ്പം അങ്ങനെ പലതും ഇഷ്ടക്കേടുകളുണ്ടായിരിക്കാം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലിയൊക്കെ ഓക്കെ, പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്നവർ ശരിയല്ല. അങ്ങനെ ഇഷ്ടക്കേടുകൾ കുറേ ഉണ്ടായിരിക്കാം. പക്ഷേ ഇഷ്ടക്കേടുകളെ എങ്ങനെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാൻ സാധിക്കും? ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് യോഗ്യതയുള്ളൊരു മനസ്സ് വേണമെന്നുള്ളതാണ്. ക്വാളിഫൈഡ് മൈൻഡ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ക്വാളിഫൈഡ് മൈൻഡ്? വാട്ട് ഷുഡ് ബി ദ ക്വാളിഫിക്കേഷൻ എന്നാണെങ്കിൽ അതിന് നമുക്ക് ഏകാഗ്രതയുള്ളൊരു മനസ്സ് വേണം. ദാറ്റ്സ് ദ മോസ്റ്റ് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഏറ്റവും ബേസിക് പോയിൻ്റാണിത്.
ബേസിക് നീഡാണത്. ഒരു കോൺസെൻട്രേറ്റഡ് മൈൻഡ്, ഒരു കോൺഫിഡൻറ്റ് മൈൻഡ്. അപ്പം ഈ മനസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് നമുക്ക് സാധനാനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠയും. ഇപ്പോൾ ഡെയിലി ഒരു കൃത്യനിഷ്ഠയോടെ എണീക്കുകയും ജപസാധനകൾ, അതിനാണ് ഗായത്രി മന്ത്രം പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ, മനസ്സതിൽ വ്യാപരിക്കുമ്പോൾ മനസ്സിനെ നമുക്ക് ക്രമേണ ഒരു മന്ത്രത്തിൽ അങ്ങനെ ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ സാധിച്ചാൽ ദാറ്റ്സ് എ ട്രെയിനിങ് ടു ദ മൈൻഡ്. അല്ലാതെ ബ്ലൈൻഡ്ലി നിങ്ങൾ ജപിക്കുകയല്ല. ഇതൊരു മെൻ്റൽ ട്രെയിനിങ് ആണ്, മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. ഒരേ മന്ത്രങ്ങൾ ആവർത്തിച്ചൊല്ലുമ്പോൾ യു ആർ മോർ ഫോക്കസിങ് ഓൺ ദാറ്റ്. യുവർ ഫോക്കസ് പോയിൻ്റ് നിങ്ങൾ കൂടുതൽ അതിലേക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഫോക്കസിങ് എബിലിറ്റി പരിശീലിച്ചെടുത്താൽ ആ ഫോക്കസിങ് മൈൻഡിന് കർമ്മങ്ങളിലും പ്രവൃത്തികളിലും ഫോക്കസ് ചെയ്യാൻ എളുപ്പം പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. സോ ബിഫോർ, നമ്മളിപ്പോൾ ഒരു നാടകം അഭിനയിക്കുന്നതിന് മുമ്പ് റിഹേഴ്സൽ ചെയ്യുന്നത് പോലെയാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമ്മൾ ആദ്യം നോക്കണ്ടേ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ പുതിയ ഇപ്പോഴത്തെ ഒരു കൾച്ചറുണ്ടല്ലോ, അതായത് മാളിലൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവർ, ഷോപ്പിംഗ് മാൾസ്, അപ്പോൾ അവിടെയൊക്കെ വലിയ ഓപ്പൺ ഷോറൂംസാണ്. ഇഷ്ടംമാതിരി ഐറ്റംസ് അങ്ങനെ നിരത്തി വെച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തിട്ട് അവരുടെ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് നോക്കുക, എങ്ങനെയുണ്ട് ഞാൻ ഈ പാൻറ് ഇട്ടാൽ, എങ്ങനെയുണ്ടായി ഈ ഷർട്ട് ഇട്ടാൽ, എങ്ങനെ ഉണ്ടായിരിക്കും ഇത്. ഇപ്പം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. ഒരു ട്രയൽ വേർഷൻ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ട്രയൽ ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന പോലെയാണ് ജപം. ഒരു ട്രയൽ വേർഷനാണ് ലൈഫിൻ്റെ. നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ് മനസ്സിനെ, ഏകാഗ്രത പരിശീലിപ്പിക്കുകയാണ്, ഫോക്കസിങ് പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ ഏകാഗ്രത ആര് പരിശീലിപ്പിച്ച് മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രവൃത്തികളിൽ മുഴുകാൻ എളുപ്പം സാധിക്കും. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഡെയിലി രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു 108 തവണയോ 1008 തവണയൊക്കെ നിങ്ങളോട് ഗായത്രി മന്ത്രം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലാൻ പറയണത്. അത് വെറുതെ ബ്ലൈൻഡ്ലി ചൊല്ലല്ല, ഫുള്ളി മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്ന് ഏകാഗ്രമാക്കി ചൊല്ലുമ്പോൾ ക്രമേണ മനസ്സ് മറ്റുള്ള ചിന്തകൾ വിട്ട് അതിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ഫോക്കസ്ഡ് മൈൻഡ് ക്വാളിഫൈഡ് ഫോർ മേക്കിംഗ് അവർ ലൈഫ് വെരി ഹാപ്പി. അതാണ് സത്യം. അപ്പം ഈ ഒരു മനസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഫോക്കസിങ് പവർ ഉള്ളതുകൊണ്ട് ഈ പവർ ഉപയോഗിച്ച് നമുക്ക് ഏത് മേഖലകളിലും വ്യാപരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണനെ ഒരു കർമ്മവും ബന്ധിക്കാത്തത്. നമ്മളെ കർമ്മങ്ങൾ ബന്ധിക്കുന്നു. ഏത് കർമ്മങ്ങൾ? ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടമില്ലാത്തത് മൈൻഡിൽ വളരെ റെസ്റ്റ്ലെസ്നെസ് പ്രോബ്ലംസാണ്. അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണത്. പല വീടുകളിലും നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും. പരസ്പരം മിണ്ടാത്ത ഭാര്യാഭർത്താക്കന്മാരിയ്ക്കുന്ന ഒരു വീട് എങ്ങനെ ഉണ്ടാവും? നിവൃത്തികേട് കൊണ്ട് ഭാര്യാഭർത്ത ബന്ധം കൊണ്ട് നടക്കുകയും ഉള്ളിൽ മുഴുവൻ സംഘർഷങ്ങളും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും ലൈഫ്? പരസ്പരം മിണ്ടാത്തൊരു അച്ഛനും അമ്മയും മക്കളുടെയും കുടുംബജീവിതത്തിൽ എന്ത് സന്തോഷം കണ്ടെത്താൻ പറ്റും? അച്ഛനോട് മിണ്ടാത്ത മകൻ, അമ്മയോട് മിണ്ടാത്ത മകൾ, അല്ലെങ്കിൽ അച്ഛനോട് മിണ്ടാത്ത കുടുംബം എങ്ങനെ ഉണ്ടായിരിക്കുക? വീടുകളൊക്കെ സംഘർഷങ്ങളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന വീടുകളല്ല ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ. കാരണം മാനസികമായി അവർ ഒരു കംഫർട്ടിലല്ല, കംപ്ലീറ്റ്ലി ഒരു ഡിസോർഡർ സ്റ്റേറ്റാണത്. അപ്പം അതുകൊണ്ട് നാം പരിശീലിപ്പിക്കണം മനസ്സിനെ. നമുക്കൊരു മെൻ്റലി സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറേ ബന്ധങ്ങളോ ആളുകളോ നമ്മുടെ ലൈഫിൽ വരാം. പക്ഷേ ഇതൊക്കെ ടേക്ക് ഇറ്റ് ഈസി പോളിസി വളരെ ലൈറ്ററായി കണ്ടുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് ഈസിയായിട്ട് തരണം ചെയ്യാൻ
വളരെ കൂളായിട്ട് തരണം ചെയ്യാൻ വി നീഡ് എ ക്വാളിഫൈഡ് മൈൻഡ്, ദാറ്റ് ടു എ ഫോക്കസ്ഡ് മൈൻഡ്. ആൻഡ് ദാറ്റ് ഫോക്കസ്ഡ് മൈൻഡ് കംസ് വെൻ വി റെഗുലർലി പ്രാക്ടീസ് അവർ സാധന. അത് നമ്മൾ കൃത്യനിഷ്ഠമായിട്ട് പരിശീലിക്കണം. ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്നൊക്കെ ജപിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി വളരെ സക്സസ്ഫുൾ ഒന്നും ആവില്ലെങ്കിലും, പക്ഷെ ഗ്രാജുവലി ഇവൻച്വലി മൈൻഡ് ഡെവലപ്ഡ് ആവും, മൈൻഡ് ഫോക്കസ്ഡ് ആവും. അപ്പം അങ്ങനെ മനസ്സിൻ്റെ പല സ്റ്റേറ്റുകളും നമുക്ക് കാണാൻ പറ്റും. മനസ്സങ്ങനെ ആദ്യം റെസ്റ്റ്ലെസ് ആവുന്നതും പിന്നെ കുറച്ചൊന്ന് കോപ്പറേറ്റ് ചെയ്യുന്നതും. അപ്പം അതിലൊന്നും നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാവരുത്. കാരണം നമ്മുടെ ഉള്ളിൽ നേരത്തെ സപ്രസ് ചെയ്തിരിക്കുന്ന കുറേ തോട്ട്സുകൾ മനസ്സിനെ അങ്ങനെയൊന്നും ഏകാഗ്രമാവാൻ സമ്മതിക്കില്ല. പക്ഷേ യു ഷുഡ് നോട്ട് കോംപ്രമൈസ്. ഞാൻ ഇത് ഇൻസിസ്റ്റ് ചെയ്യും, ഈ സാധന ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ, നമ്മൾ കേട്ടില്ലേ നിത്യാഭ്യാസി ആനയെടുക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അതേപോലെ വെൻ വി റെഗുലർലി ഡു സംതിങ്, അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ one day you can see the mind will be more able to focus on whatever you are doing. ഇപ്പം നമ്മൾ ചെയ്യുന്ന സാധനയുള്ള ഏകാഗ്രതയാണ് നാളെ നമ്മുടെ പ്രവൃത്തികളിലുള്ള ആസ്വാദനം തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയോ ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളോ എന്തും വന്നോട്ടെ, നിങ്ങൾക്കതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെയും ആസ്വദിച്ചുകൊണ്ട് വിടേണ്ടത് വിട്ടും എടുക്കേണ്ടത് എടുത്തും കൊണ്ടുപോകുമ്പോൾ കർമ്മം മാം ലിംബന്തി, ഒരു കർമ്മവും നിങ്ങളെ ബന്ധിക്കുകയില്ല. ബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് കെട്ടിയിടുക. ദാറ്റ് മീൻ സംതിങ് കോൺസ്റ്റൻ്റ്ലി നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക. നിങ്ങളുടെ ആ ഫ്രീ മൂമെൻ്റ് ഇല്ലാതെയാവുക. ബന്ധനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭാഗത്ത് മാത്രം ലിമിറ്റഡ് ആവുക. ഇപ്പം മനസ്സിനെ കർമ്മങ്ങൾ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ് ഏതോ ഒരു പ്രവൃത്തിയിൽ ആകെ അസ്വസ്ഥരായി അതിനങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ഫ്രീ ആയിട്ട് പുറത്ത് കിടക്കാൻ പറ്റില്ല. ചില വിഷമങ്ങൾ, വേദനകൾ അതിൽ തന്നെ കടന്ന് അത് ബന്ധിതമായി അങ്ങനെ കറങ്ങുന്നു. അപ്പം മനസ്സ് എന്തെല്ലാം വിഷമങ്ങളിൽ കറങ്ങുന്നുണ്ടോ അപ്പം മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിന് ഫോക്കസിങ് പവർ ഇല്ല, നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് ഇല്ല, നിങ്ങളുടെ മനസ്സിന് പ്രശ്നങ്ങളെ ഈസി ആയിട്ട് കാണാനുള്ള ആ ഒരു എബിലിറ്റി, സ്റ്റെബിലിറ്റി, ഇന്നർ സ്ട്രെങ്ത് വന്നിട്ടില്ല. അങ്ങനെയുള്ള വളരെ പരിമിതമായ മനസ്സ്, അതാണ് ഏതെങ്കിലും ഒരു വിഷമങ്ങളിൽ അങ്ങനെ കറങ്ങി ബന്ധനം തന്നെ പാരിൽ, ബന്ധനത്തിൽപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, എന്നെ ഒന്നും ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രീ ആണ്, മനസ്സ് ഫ്രീ ആണ്. ഏത് മനസ്സാണ് ഫ്രീ ആവുക? വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സ്, വളരെ സ്ട്രെങ്ത് ഉള്ള മനസ്സ്. അപ്പം അതിനിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നാൽ ടേക്ക് ഇറ്റ് ഈസി. ഇഷ്ടമുള്ളത് വന്നാലും ആസ്വദിക്കും, മുന്നോട്ട് പോകും, ഒന്നിലും കുരുങ്ങി നിൽക്കുന്നില്ല. കാരണം വാട്ട് കംസ് അത് നമ്മളെങ്ങനെ ഉൾക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പോകുക. കാരണം യു കനോട്ട് ജസ്റ്റ് ഹോൾഡ് മൈൻഡ്. കാരണം ലൈഫ് ഈസ് എ ഫ്ലോ, ലൈഫ് ഈസ് എ ജേണിയാണ്, കണ്ടിന്യൂസ് ജേണിയാണ്. ഇന്നത്തെ അനുഭവങ്ങളാവണമെന്നില്ല നാളെ ഡിഫറൻ്റ് ആയിരിക്കാം. ഇന്ന് ഒരുപക്ഷെ നമുക്കെല്ലാം അനുകൂലമായി വന്നാൽ നാളെ എല്ലാം അനുകൂലമാവണമെന്നില്ല. കൃഷ്ണൻ്റെ കുലം തന്നെ നോക്കൂ നിങ്ങൾ. കൃഷ്ണൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച അവസാനം കൃഷ്ണന് തന്നെ എതിരായില്ലേ? കൃഷ്ണൻ പറഞ്ഞ പോലെയാണ്, അവർ ജീവിച്ച് തമ്മിൽ തല്ലി നശിച്ച് അവസാനമൊക്കെ തകർത്തില്ലേ അവർ. അപ്പം അതുകൊണ്ടെല്ലാം ഇന്ന് കിട്ടുന്ന പോലെ നാളെയും അതുപോലെ ആവും എന്ന് കരുതരുത്. ഇന്നും നാളെയും ഒക്കെ വ്യത്യസ്തമാവാം. നാളെ ഒരുപക്ഷെ സിമിലർലി വന്നാൽ പോലും മറ്റന്നാൾ അതുപോലെ ആവുമെന്ന് കരുതരുത്.